അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇന്നൊരു ആണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആണ്ടിനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചെല്ലാം റിലേറ്റീവ്സിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഹൈഡിങ് സ്പോട്ട് വേണം കളിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ഷോളൊക്കെ വെച്ച് മറച്ച് കെട്ടിയിട്ട് ഞാനൊരു ഹൈഡിങ് സ്പോട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചേരം അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് കളിച്ചതിന് ശേഷം വൈകുന്നേരത്തെ സ്നാക്കായിട്ടാണ് ചക്കപ്പൊരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയായിരുന്നു. മൈദ മാവിൽ ഉപ്പിട്ട് കലക്കി ഇച്ചിരി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, ഇച്ചിരി തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ ചക്കപ്പൊരി ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചക്കപ്പൊരി. പിന്നെ അതിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ ഒന്ന് വീർത്ത് വരാവുന്ന നേരത്ത് നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ, എണ്ണയിൽ നിന്ന് മാറ്റാം. അതേ ഇത് കണ്ടോ, നല്ല നൂല് പോലെ വരുന്നില്ല, അതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അങ്ങനെ ചക്കപ്പൊരി എല്ലാം വറുത്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അനിയത്തിനോട് ഒന്ന് പുറത്ത് പോകണമായിരുന്നു, പോയി വന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേട്ടൻ തന്നതാണ് ചാമ്പയ്ക്ക. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.